ഇതാണ് എൻ്റെ കോഴിക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് കേട്ടോ. നോക്ക, നല്ല കുഴഞ്ഞ ഗ്രേവി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഇത് കണ്ടോ? ഇത് ആവി വറക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടെ കറിക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ലേശം ഒഴിക്കാം. ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ കാസറോള് പാത്രത്തിലോട്ട് കോരി അങ്ങ് വെച്ചാലേ എല്ലാവരും കഴിക്കുമ്പോൾ ചൂടോടെ ഇവിടെ ഇരുന്നോളൂ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഇത്തിരി അടുക്കളക്കാരുമാണ് കേട്ടോ. ഒരു കുക്കിംഗ് വീഡിയോയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഈ ലൈറ്റ് എൻ്റെ ഈ സംവിധാനം ശരിയല്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നിഴലൊക്കെ പോലെ തോന്നും. സാരമില്ല അല്ലേ, അതൊക്കെ നിങ്ങളങ്ങ് ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു. അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. കുറച്ച് കോഴി കറി വെക്കാൻ പോവുക. അപ്പം ഞാനിങ്ങനെയാണ് കോഴി വളരെ ടേസ്റ്റി ആയിട്ട് കോഴി കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. നല്ല കുഴഞ്ഞ് ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള നല്ല ഗ്രേവിയൊക്കെയുള്ള കോഴിക്കറി. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ കറി വയ്ക്കുന്ന ഇതിലേക്ക് കടക്കാം കേട്ടോ. 2 കിലോ കോഴിയാണ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു മീഡിയം സൈസ് പീസാണ്. ഞാനിതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവിടെ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു ഹോൾസുള്ള ഇതിൽ വെച്ചിട്ടുണ്ട്, ഒരു അരിപ്പയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിന് ആദ്യം നമ്മൾ കുറച്ച് അരപ്പുകളൊക്കെ അതിൽ പുരട്ടി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. എന്തൊക്കെയാണ് ഞാൻ പുരട്ടുന്നതെന്ന് കാണിച്ചു തരട്ടെ. ഓക്കെ, വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തായിരുന്നു. അതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി ജാറിലിട്ടു. വലിയ ഒരു കുടം വെളുത്തുള്ളി, 10-12 അല്ലി കാണുമായിരിക്കും, നല്ല മുഴുത്ത അല്ലി, അതെടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇടുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടു. അതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇടുക. ഇനി ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അല്ലേ, പ്രത്യേകം പറയാം, മഞ്ഞൾപ്പൊടിയാണ്. അതൊക്കെ നമുക്ക് കുറച്ച് അളവ് പറയുന്നില്ല. ഇനി ഉള്ളി വഴറ്റുമ്പോഴും അതിനകത്ത് ഇടാം, കറി അടുപ്പിൽ വയ്ക്കുമ്പോഴും ഇടാം. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇടാമല്ലോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഞാനൊരു 5-6 വറ്റൽ മുളക് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, മുഴുത്ത മുളകേ, അതങ്ങോട്ട് മുറിച്ചിടുക. വറ്റൽ മുളക് മുറിച്ചിടാം. ഇതൊക്കെ കൂടി എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അങ്ങ് അരച്ചെടുക്കണം. ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി, 10-12 അല്ലി, കൃത്യം എണ്ണം ഓർക്കുന്നില്ല, വലിയൊരു കുടം വെളുത്തുള്ളിയായിരുന്നേ. അതിലൊരു 12 അല്ലി കാണും. അത്രയും വെളുത്തുള്ളി എടുത്തു. മീഡിയം വലിപ്പമുള്ള 7 വറ്റൽമുളക് എടുത്തു. 4 കൊമ്പമുളക് എടുത്തു. ഈ കൊമ്പമുളകൊക്കെ ഞാൻ ചിക്കൻ്റെ അകത്ത് മുറിച്ചിടുന്നില്ല. ഗ്രേഡ് ഉള്ളി വടിക്കുമ്പോൾ മുറിച്ചിടാൻ പോകണ്ട. അതിന് പകരം ഇതെല്ലാം കൂടെ ആദ്യം തന്നെ മുറിച്ചിട്ട് ഈ പുരട്ടാനുള്ള പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലേക്കങ്ങ് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഇടയ്ക്ക് നോക്കിയിട്ട് പോരായിക ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഒക്കെ പിന്നെ ചേർക്കാം. അതതിൻ്റെ ഇതിനനുസരിച്ച്, എന്തെങ്കിലും ഉണ്ടെന്നനുസരിച്ച്. ഉപ്പിട്ടു, കുറച്ച് ഉപ്പിട്ടു. ഉപ്പിൻ്റെ അളവ് കൃത്യം പറയുന്നില്ല. 2-3 ഘട്ടമായിട്ട്. ഇനി ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചെല്ലും, ഇറച്ചി ഇടുമ്പോൾ ഉപ്പ് ചെല്ലും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ആ വറ്റൽമുളക് കുതിർത്ത് വെച്ചിരുന്ന വെള്ളമില്ലേ, അതൊഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരുപാട് വേണ്ട കേട്ടോ. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ചിക്കൻ്റെ കഷ്ണത്തിൽ ഇത് പിടിക്കുകയല്ലോ. അപ്പോൾ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു. വറ്റൽമുളക് കുതിർത്ത വെള്ളം. ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, പെരിഞ്ജീരകം, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇങ്ങനെ 8 ഐറ്റംസാണ് ഞാൻ അരച്ചോണ്ട് വരാൻ പോകുന്നത്. ഇനി അരച്ചോണ്ട് വന്നിട്ട് കാണാം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ.
ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു സ്റ്റീൽ ബേസിൻ്റെ അകത്തേക്ക് ഞാൻ മാറ്റുക. എന്നിട്ട് അതിലേക്ക് ആ കോഴി പീസും കൂടെ കുടഞ്ഞിട്ടാൽ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാമല്ലോ. ഇനി ജാർ കഴുകിയിട്ട് നമുക്ക് കറിയിൽ വെള്ളം ചേർക്കുമ്പോൾ അത് ഒഴിക്കാം. വറ്റൽമുളക് വെള്ളത്തിലിട്ട ബാക്കി വെള്ളമുണ്ട്, അതും ഒഴിക്കാം. ഇപ്പോൾ ഈ പേസ്റ്റിനകത്തേക്ക് ഇനി ഇടാനുള്ളത് ചിക്കൻ മസാല. ചിക്കൻ മസാലയെ കുറച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് തിരുമ്മി പിടിപ്പിക്കാനായിട്ട് ഇടുന്നത്. പൊട്ടിച്ച പാക്കറ്റിൽ അത്രയും ഉണ്ടായിരുന്നു, അതും ഇടാം. ബാക്കി ഉള്ളി വഴറ്റുമ്പോൾ ഇടാമല്ലോ. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇനി നല്ല കട്ട തൈര് 1 സ്പൂൺ ഒഴിക്കാം. നല്ല കട്ട തൈര്. കോഴി ഇറച്ചിയും തൈരും ചേരിയല, കോഴി ഇറച്ചിയും തൈരും ചേരിയല എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ടേസ്റ്റ് ആകാനും സോഫ്റ്റ് ആകാനും, ഇറച്ചി സോഫ്റ്റ് ആകാനൊക്കെ ഞാൻ 1 സ്പൂൺ തൈരം ഒഴിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുനാരങ്ങാടെ 1 മുറി പിഴിഞ്ഞൊഴിച്ചാലും മതി. ഞാനിപ്പോൾ 1 സ്പൂൺ തൈര് ഒഴിക്കുകയാണേ. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഇത് ടീസ്പൂണും അല്ല ടേബിൾ സ്പൂണും അല്ല, അതുകൊണ്ട് 1.5 സ്പൂൺ ഒഴിച്ചു. നല്ല കട്ടത്തൈര് എടുത്തപ്പം വായിക്കൂടെ വെള്ളം വരുന്നു. നല്ല കറക്റ്റ് പുളിയുള്ള കട്ടത്തൈരാണ്. ഇനി ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യട്ടെ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇനി എൻ്റെ ചിക്കൻ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിരുന്നതാണ് ഇത് കേട്ടോ. ഇതങ്ങോട്ടിടാം. 2 കിലോ ചിക്കനാണ്. ചിക്കൻ ഇട്ടു. ഇതെല്ലാം കൂടെ അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കാം. തിരുമ്മി ചിക്കൻ്റെ കഷ്ണത്തേലോട്ടൊക്കെ ഇതൊന്ന് പിടിക്കട്ടെ. ഞാനിവിടെ ഇപ്പോൾ ഇറച്ചി കൊണ്ടുവന്നാലും മീൻ കൊണ്ടുവന്നാലും കൂടുതലും ഫ്രൈ ആക്കി കഴിക്കാറില്ല കേട്ടോ. കറിയാണ് വയ്ക്കുക. ഡ്രൈ ഫ്രൈ ആക്കി ഒന്നും തന്നെ കഴിക്കാറില്ല. പിന്നെ മക്കളെങ്ങാനും വല്ലപ്പോഴും പറഞ്ഞെങ്കിലും ഒന്ന് ഫ്രൈ ആക്കുമെന്നല്ലാണ്ട് പൊതുവായിട്ട് കറി വെച്ചാൽ നിങ്ങളെല്ലാവരും കഴിക്കില്ല. അതിനൊത്തിരി ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട്. ഈ ഡ്രൈ ഫ്രൈ എണ്ണക്കിടന്ന് ഇതെല്ലാം പൊരിയുമ്പോഴാണ് നമുക്ക് കൂടുതലും ക്യാൻസറൊക്കെ വരുന്നതെന്നല്ലേ പറയുന്നത്. അതുപോലെ ഉപയോഗിച്ച എണ്ണയാണെങ്കിൽ കൂടുതൽ നമ്മുടെ സെൽസൊക്കെ ഡാമേജ് ആകും. ഉപയോഗിച്ചിട്ടുള്ള എണ്ണയിൽ പിന്നെ ഇട്ട് വറുക്കുകയും പൊരിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കുറേയൊക്കെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ എൻ്റെ കോഴിയൊക്കെ തിരുമ്മി റെഡിയാക്കി. ഇനി ഇതിപ്പോൾ അരമണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഇതെല്ലാം പിടിക്കുകയും ചെയ്യും. ആ സമയത്ത് ഞാൻ ഗ്രേവി റെഡിയാക്കാം. സ്റ്റൗ കത്തിച്ചു, ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റാനുള്ള ഗ്രേവി തയ്യാറാക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. അതിനൊന്നും കൃത്യ അളവ് പറയുന്നില്ല, നമ്മൾക്ക് യുക്തം പോലെ. ചിലർക്ക് കൂടുതൽ എണ്ണ വേണം, ചിലർക്ക് അത്ര കുറച്ചെണ്ണ മതി. അത്രയും കൂടുതൽ എണ്ണ ഉപയോഗിക്കുകയില്ല. പക്ഷേ ശുദ്ധമായ കൊപ്രാട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇത്തിരി നല്ലപോലെ എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടായി. ഇനി കടുക് ഒന്നിടാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോഴത്തേനും വേറൊരു പണിയുണ്ട്. ഇപ്പോഴും ഞാൻ 3 മുഴുത്ത സവോളയും 10-12ഓളം ചെറിയുള്ളിയും സ്ലൈസ് ചെയ്തതാണ് ഈ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് വാടാൻ വെച്ചേക്കുന്നത് കേട്ടോ, വഴറ്റാൻ വെച്ചേക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് ഞാൻ പച്ചമുളക് ആദ്യമേ തന്നെ ഇറച്ചിയില തിരുമ്മി പിടിപ്പിക്കാനുള്ള ആ പേസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് 4 പച്ചമുളക് മുറിച്ചിട്ടാണ് അരച്ച് ചേർത്തത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഇടുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആ പേസ്റ്റിനകത്തുണ്ടല്ലോ. ഇത് 3 മുഴുത്ത സവോളയും 10-12 ചെറിയുള്ളിയും സ്ലൈസ് ചെയ്തത് വഴറ്റാൻ വെച്ചതാണ്. ഇതെപ്പോഴും ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കണ്ട. ഒരു മീഡിയം തീയിലിട്ട് കഴിഞ്ഞ് വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണം, ചട്ടിയിൽ ചവിട്ടി പിടിക്കും, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അന്നേരം കൂടെ ഇളക്കണം. എളുപ്പം വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തത് കട്ടായിപ്പോയി, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച ക്യാമറയിൽ കിട്ടിയെന്നാൽ ഇപ്പം ചെന്ന് നോക്കുമ്പോൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുത്ത് പറഞ്ഞത് കേട്ടോ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ എന്താണ്,
ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഇനി ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. അതുവരെ ഞാൻ ബീൻസ് അരിഞ്ഞു തോരൻ വെക്കാൻ വേണ്ടി. ഒരു കറി മാത്രം പോരല്ലോ, ഒരു കറിയും കൂടെ എങ്കിലും വേണ്ടേ നമുക്ക്. ഒരുപാട് കറിയൊന്നും വേണ്ട, എന്നാലും ഒരു കറിയുടെ കൂടെ ഒരു കറിയും കൂടെ വേണ്ട ഇത് തോരൻ. അപ്പോൾ അതിന് പോയി. ഇനി ഇപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോഴേ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അറിയാം അരിയുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ വാട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ ടൊമാറ്റോ, മുഴുത്ത ഒരു ടൊമാറ്റോ. മുഴുത്തതാണെങ്കിൽ 1 ഇട്ടാൽ മതി, ചെറുതാണ് തീരെ ചെറുതാണ് 2 എണ്ണം ഇടാം. ഇനി മീഡിയമാണ് 1.5 എണ്ണം ഇടാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇതിന് മുഴുത്ത ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളിയും ഉള്ളിയും കൂടി അങ്ങോട്ട് ഒന്നും കൂടി വാടട്ടെ. ഒന്നും കൂടെ അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും അത് രണ്ടും കൂടെ വാടിക്കിട്ടും. ഉള്ളി എന്തായി നോക്കട്ടെ. ഉള്ളിയും തക്കാളിയും വാടി, ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നന്നായി അരിഞ്ഞു കിട്ടണം. അതിന് ഒന്നെങ്കിൽ നമുക്കിത് വാങ്ങി വെച്ച് ആറിയിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഗ്രേവി, നല്ല കുഴഞ്ഞ ഗ്രേവി കിട്ടും കറിക്ക്. ഇപ്പം ഞാൻ ഇനി ഇത് അരയ്ക്കാനൊന്നും പോകുന്നില്ല. ഈ ചട്ടവും വെച്ചൊരു പ്രയോഗമുണ്ട്. ഇങ്ങനെ ഇതിനെ കുറച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് ഉടച്ചിട്ട് വീണ്ടും ഇളക്കി അങ്ങനെ വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയും കൂടെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വെളുത്തിരിക്കുമല്ലേ, മഞ്ഞക്കളറാവട്ടെ. മഞ്ഞൾപ്പൊടി കുറച്ച് ഇറച്ചിയാൽ തിരുമ്മിയായിരുന്നല്ലോ, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 4 തന്നെ ഇല്ലേലും കുഴപ്പമില്ല. ഒരു 3.5 ടേബിൾ സ്പൂണേലൊക്കെ പിടിച്ചു നിർത്തി. ഇനി നമ്മൾ ചിക്കൻ മസാലപ്പൊടി കുറച്ചുകൂടി ഇടുന്നുണ്ടല്ലോ. എല്ലാം കൂടി ഓവറായി പോകണ്ട. ഒന്നിളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി ഒന്ന് ചൂടായി ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ ആയതുകൊണ്ട് ലേശം അധികം ചെന്നാലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി മുളക് പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി തിരുമ്മിയിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം അരച്ചിട്ടുണ്ട്. 6 7 മീഡിയം വറ്റൽമുളക് അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കാശ്മീരി ചില്ലിയാണേ. ഞാൻ അരച്ചത് സാധാരണ മുളകായിരുന്നു. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് ഞാൻ തന്നെ കഴുകി ഉണക്കി പൊടിച്ച നല്ല മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടു. 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. മുളക് പൊടിയുടെ പച്ചമണം മാറി. ഇനി 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല. കൃത്യ ഞാനിങ്ങനെ ലേശം കുടഞ്ഞിടുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ എന്ന് കണക്കാക്കിയാണ് കുടഞ്ഞിട്ടേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചിക്കനെ തിരുമ്മി പിടിപ്പിച്ചായിരുന്നല്ലോ. ഇത് 2 ടേബിൾ സ്പൂൺ. അങ്ങനെ ഒട്ടാകെ 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ടു. ഒന്നും അധികമായി പോകണ്ട. ഇപ്പം അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയാണ്. ഇനി കഴുകി തിരുമ്മി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ ഒന്ന് കുടഞ്ഞിടുവാണ്. ഇത് ഇതിന് ലേശം പൊക്കം കൂടുതലായി ഈ സ്ലാബിന്. അതിൻ്റെ പൊക്കത്തിലെ സ്റ്റൗ, അതിൻ്റെ പൊക്കത്തിലെ ചീനച്ചട്ടി. അപ്പോൾ എനിക്കാണെങ്കിൽ പൊക്കം കുറവും. കുഞ്ഞുണ്ണി മാഷ് പാടിയ പോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞതുപോലെ ഉള്ള പൊക്കം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇതിനെ ഒന്ന് ഇടട്ടെ കേട്ടോ. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് മടങ്ങി വരും. അമ്മോ അപ്പോൾ ചിക്കൻ ഇട്ടു. ഈ വെളിച്ചെൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഒക്കെ കൂടെ വെള്ളം ഒഴിക്കുമ്പം കഴുകി ഒഴിക്കാം.
അവിടെ ഇരിക്കട്ടെ. എന്തെല്ലാം ചെയ്താലോ അല്ലേ ഒരു കറിയായി കിട്ടുന്നത്. എന്തോരം നേരം പണിയെടുക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തെല്ലാം പണിയെടുക്കണം. അപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ ചിക്കനിലേക്ക് ഈ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് പിടിക്കട്ടെ. വെള്ളമൊക്കെ ചിക്കൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കനിലോട്ട് ഈ ഗ്രേവി എല്ലാം ഒന്ന് പൊതിഞ്ഞ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഗ്രേവി. ഇനി അത് മൂടി വയ്ക്കാൻ. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇടണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, വെള്ളം കൂടാതെ തന്നെ. അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. സോറി, ഒരു കൂട്ടം ഇടാൻ വിട്ടുപോയി. അതങ്ങിട്ടേക്കാം. എന്താണെന്നല്ലേ, മല്ലിച്ചപ്പ്. ചിക്കൻ ഇടുന്നതിന് മുമ്പേ ഗ്രേവിയിൽ ഇടേണ്ടതായിരുന്നു. ഇനിയിപ്പം അതിന് ശേഷം ഒന്നിട്ടേക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തേക്കാം. ബാക്കി കറിവേപ്പില ലാസ്റ്റ് ഇടാം. കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടു. അവിടെ ഇരിക്കട്ടെ. ബാക്കി കറിവേപ്പില ലാസ്റ്റ് ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി ഞാൻ മൂടി വെക്കാതെ. കണ്ടോ, ചിക്കൻ നല്ല ഫ്രൈ ആക്കി എടുക്കാനാണെങ്കിൽ അധികം വെള്ളമേ ഒഴിക്കണ്ട. ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളം മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. നേരം കൂടെ ഇളക്കിയിട്ട് കൊടുക്കണം, ചട്ടിയിൽ അരി പിടിക്കാതെ. അത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ചാറായിട്ടാണ് വെക്കുന്നത്, ഒരു കുഴഞ്ഞ ചാറായിട്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം, പക്ഷേ ഇത്തിരി കഴിഞ്ഞിട്ടേ ഒഴിക്കുന്നുള്ളേ. ഇതിങ്ങനെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടെ വെച്ചിട്ട് 6 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ വെള്ളം വന്നത്? കണ്ടോ, ഇപ്പം കോരിയ ചിക്കനെ കണ്ടോ വെള്ളം ഇരിക്കുന്നത്? ഇത് വെള്ളം അങ്ങനെ ഒരുപാട് ഒഴുകാൻ മാത്രം വെള്ളം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും നമുക്ക് പിന്നെ ക്യാമറയുടെ അടുത്തോട്ട് കാണിക്കാം. കണ്ടോ, അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. കുഴഞ്ഞു വന്നു. ഇനി നമുക്കുണ്ടല്ലോ പൊറോട്ടയ്ക്കൊക്കെ കൂട്ടാനാണെങ്കിൽ നമ്മൾ ഏതിനാണോ ഇത് കൂട്ടിക്കഴിക്കുന്നത് അതിനനുസരിച്ചും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ചാറൊക്കെ എന്തേരം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ ഐറ്റത്തിനും കൂട്ടാവുന്ന ഒരു കറിയല്ലേ ഇത്. ഫ്രൈഡ് റൈസ് അല്ലേ, നെയ്ച്ചോറ്, പിന്നെന്താണ്, അപ്പം, പൊറോട്ട, ചോറ്, ചപ്പാത്തി, പത്തിരി, പിന്നെന്താണ്, പൂരി, കപ്പ എന്ന് വേണ്ട, ഇടിയപ്പം തുടങ്ങി എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണല്ലോ ചിക്കൻ കറി. അപ്പം ഞാൻ ഇന്ന് ഇതിലോട്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു. കുറച്ച് വേറെ ചാറുകറിയൊന്നുമില്ല. മോരുകാച്ചിതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനി ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. വലിയ വേവൊന്നും ഇല്ലല്ലോ ഈ വാങ്ങുന്ന ചിക്കന്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇടാം. ആദ്യം ചിക്കനെ കുറച്ചല്ലേ കുരുമുളക് പൊടി തിരുമ്മി പിടിപ്പിച്ചുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഉപ്പിനി ഞാൻ നോക്കിയിട്ടേ ചേർക്കുന്നുള്ളൂ. ചിക്കനെ തിരുമ്മി പിടിപ്പിച്ചായിരുന്നു, ഉള്ളിയേൽ ഇട്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം എത്ര വേണോ അത് ആദ്യം ഒഴിക്കണേ. പിന്നെ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ പിന്നെ കൊണ്ടുപോയിട്ട് വെള്ളം ചേർത്താലേ വെള്ളച്ചൊവയായി പോകും കറിക്ക്. അതുകൊണ്ട് ഒരു ഏകദേശം നമുക്ക് എത്ര ചാറ് വേണോ അതിന് ആനുപാതികമായിട്ടുള്ള വെള്ളം നമുക്ക് നേരത്തെ ചേർക്കാം. ഇപ്പം ഈ ചട്ടിയിലിരിക്കുന്ന പരുവത്തിൽ ചാറ് വേണം. ഇവിടെ കറി വാങ്ങുമ്പോൾ കഷ്ണത്തിന് നിരക്ക് കണ്ടോ, ഇത്രയും വേണം. അപ്പോൾ വെന്ത് വരുമ്പോഴത്തേന് അത്രയാകണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ തീ ഓഫാക്കി വെച്ച് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഈ ഗ്രേവിയും കഷ്ണവും കൂടെയൊക്കെ യോജിച്ച് കഴിഞ്ഞൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പോഴത്തേനും നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള ചിക്കൻ കറിയാവുമേ. കണ്ടോ, ഇപ്പം നികക്കയല്ല, അതിനേക്കാൾ ഇത്തിരി കൂടി വെള്ളമുണ്ട്. ഇവിടെ ഈ സ്ലാബിന് പൊക്കം കൂടുതലുമാണ്. വീതി ഇവിടെ കൊണ്ട് ഈ ഷെൽഫ് വെച്ചത് കൊണ്ട് വീതി കുറച്ച് കുറവായി സ്റ്റൗ വെച്ചെടുക്കുന്നിടത്ത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇങ്ങോട്ട് ഇളക്കുമ്പോൾ മറിഞ്ഞു വരുമോന്ന്. എപ്പോഴും ചീനച്ചട്ടിയുടെ കുഴയിലൊക്കെ പിടിച്ചോണ്ട് വേണം, അല്ലെ ചട്ടി ആയാലും കലമായാലും ഒക്കെ പിടിച്ചോണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ടല്ലേ മറിഞ്ഞു വരും, ദേഹവും കൂടെ പോയി. അപ്പോഴതവിടെ ഇരിക്കട്ടെ. ഇനി വാങ്ങാൻ നേരത്ത് ഇത്തിരി ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട്
നല്ല കോഴിക്കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, കോഴിയുടെ മൂപ്പിനനുസരിച്ചാണല്ലോ വേവ്. ഒരു 20 മിനിറ്റ് വേണ്ടി വരും. ഇത് അത്യാവശ്യം കുറച്ച് മൂത്ത കോഴിയാണ്. ഒരു 20 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. ഇതിപ്പോൾ നന്നായി തിളയ്ക്കും. തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഈ മീഡിയത്തിലിടും. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നന്നായി വെട്ടിത്തിളച്ച് ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിടാൻ വേണ്ടി ഏതായാലും തുറക്കണം. അപ്പം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് തുറന്നതാണ്. വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ഒരു 5 മിനിറ്റ് വെട്ടിത്തിളച്ചോട്ടെ, തിളച്ചല്ലേ വേഗണ്ടേ. അത് കഴിഞ്ഞ് ഇനി മീഡിയം തീയിലേക്ക് വെച്ചിട്ട് ഞാൻ ബാക്കി 15 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഒരേ കപ്പല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ, ചവിട്ടി പിടിക്കാതെ. കാരണം കുഴഞ്ഞ ഗ്രേവി ആകുമ്പോൾ ചവിട്ടി പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ചുവട് കട്ടിയുള്ള ഹിന്ദാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണിത്. ഇപ്പോൾ ചുവട് കട്ടിയുള്ള ചട്ടിയിൽ വയ്ക്കണം. ഇനി അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്കൊന്ന് വേവ് നോക്കിയാലോ. 20 മിനിറ്റ് മിച്ചമായിട്ടുണ്ട്. ഞാനിത് വെച്ചിട്ട് വെന്തോന്ന് നോക്കാം, ഉപ്പുണ്ടോയെന്ന് നോക്കാം. കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കോഴിക്കാലൊന്നും വലിയ നീളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ബിരിയാണി പീസ് പോലെയൊന്നും. മീഡിയം പീസായിട്ടാണ് മുറിപ്പിച്ചുകൊണ്ട് വന്നത്. കറി വെക്കാൻ വേണ്ടി നല്ലപോലെ കുഴഞ്ഞു. ഉള്ളിയൊക്കെ അരിഞ്ഞ് ചേർന്ന് അരപ്പൊക്കെ ആയി. ഇതേ ആവശ്യത്തിന് കൊഴുപ്പുണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. ഇതേ ആവശ്യത്തിന് കൊഴുപ്പുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. കറി റെഡിയാണ്. എന്തോ നോക്കണ്ടേ, ഉപ്പുണ്ടോ നോക്കണ്ടേ. അപ്പം കഷ്ടപ്പെടുന്നത് നമ്മളാണെങ്കിൽ ആദ്യം കഴിക്കാനുള്ള യോഗം നമുക്കുണ്ടല്ലേ. ഉപ്പ് നോക്കി ഒരു കഷ്ണം കഴിക്കാം, എരിവ് നോക്കി ഒരു കഷ്ണം കഴിക്കാം. പിന്നെ വേണമെങ്കിൽ മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ പേരും പറഞ്ഞ് ഓരോ കഷ്ണം അങ്ങ് കഴിക്കാം. ആരാ അറിയുന്നേ? അവസാനം കറി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളെന്ന് പറഞ്ഞാൽ പോരെ. വിശപ്പം കുറഞ്ഞു പോയെന്ന് പറയാം അല്ലേ. ഏതായാലും ഞാനൊരു കഷ്ണം ഇങ്ങെടുത്തു. ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. നല്ല ചൂടാണ്, എൻ്റെ കൈ കൊള്ളും. നുള്ളിയപ്പം വിട്ടു പോരുന്നുണ്ട്. അപ്പം ഇറച്ചി വെന്തിട്ടുണ്ട്. അയ്യോ, കൈ കൊള്ളുന്നു. എന്തോ നോക്കട്ടെ. വെന്തു. കഷ്ണത്തിന് ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ട്. ചാറിൻ്റെ എരിവ് നോക്കട്ടെ. എല്ലാം പാകത്തിനാണ്. കറക്റ്റ്. ഇനി അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് അവിടെ ഒന്ന് ഇരിക്കട്ടെ ഒരു 5 മിനിറ്റ്. തീ ഓഫാക്കിയിട്ടേ, ഫ്ലെയിം ഓഫാക്കി. അത് പറയാൻ വിട്ടുപോയി. ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ചു വെക്കുവാണേ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ എൻ്റെ സൂപ്പർ കോഴിക്കറി ഒന്നുകൂടെ കഴിച്ചു തരാം കേട്ടോ. അപ്പം ഈ എടുത്ത കഷ്ണം ഞാൻ ആ നേരത്തൊന്ന് കഴിക്കട്ടെ. ഇതാണ് എൻ്റെ കോഴിക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് കേട്ടോ. നോക്ക, നല്ല കുഴഞ്ഞ ഗ്രേവി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഇത് കണ്ടോ, ഇത് ആവി വറക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടെ കറിക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ലേശം ഒഴിക്കാം. ഇതേ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ കാസറോള് പാത്രത്തിലോട്ട് കോരി അങ്ങ് വെച്ചാലേ എല്ലാവരും കഴിക്കുമ്പോൾ ചൂടോടെ ഇവിടെ ഇരുന്നോളൂ. പിന്നെ അന്നേരം ചൂടാക്കാൻ പോകുന്നു. കണ്ടോ, നല്ല കുഴഞ്ഞ കോഴിക്കറി. മക്കൾക്ക് ഇങ്ങനെ കുഴഞ്ഞ ഗ്രേവി ആയിട്ടുള്ള കോഴിക്കറിയാണ് ഇഷ്ടം. ഹസ്ബൻഡിനാണെങ്കിലോ പണ്ട് അമ്മച്ചി വെച്ച് കൊടുത്ത കറിയുടെ ടേസ്റ്റ് നാവിലിരിക്കുന്നു. വറുത്തരച്ച കോഴിക്കറി വേണം. അത് നാടൻ കോഴിയായിരുന്നു കേട്ടോ, നമ്മൾ തന്നെ വളർത്തുന്ന കോഴി. അത്രയും ടേസ്റ്റ് ഏതായാലും ഇതിന് കിട്ടിയാല. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ വറുത്തരച്ച് വെച്ച് കൊടുക്കും. പിന്നെ അതിനകത്ത് ഒരു ഉരുളക്കിഴങ്ങൂടെ പുഴുങ്ങി മുറിച്ചിട്ട് വയ്ക്കാമെങ്കിൽ പുള്ളിക്ക് അതിലേറെ തൃപ്തിയാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ ഒരു കഷ്ടപ്പാട് ആലോചിച്ച് നോക്കിക്കേ. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കണം അല്ലേ.
അതിന് ഞാൻ എന്താ പിന്നെ വിദ്യ പ്രയോഗിക്കാന്നറിയാമോ? സൂത്രവിദ്യ. ഒരു പ്രാവശ്യം പപ്പയുടെ ഇഷ്ടത്തിനുണ്ടാക്കും. ഇത് കണ്ടോ കോഴിക്കറി. ഒരു പ്രാവശ്യം പപ്പയുടെ ഇഷ്ടത്തിനുണ്ടാക്കും, പിന്നെ ഒരു പ്രാവശ്യം മക്കളുടെ ഇഷ്ടത്തിനുണ്ടാക്കും. അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കൊള്ളണം എന്നതാണ് എൻ്റെ പോളിസി. ഇനി നമുക്കിത് അടച്ചങ്ങോട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചാൽ ചൂടോടുകൂടി എല്ലാവരും കഴിച്ചോളും. ഞാൻ എങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റിൽ കുഴഞ്ഞ ഗ്രേവി ആയിട്ട് കോഴിക്കറി വെക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി കോഴി മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ, നല്ല കറിയാണോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണേ. അപ്പോഴിനി മറ്റു വിഷയങ്ങളുമായി കുക്കിങ്ങോ മറ്റു വിഷയങ്ങളോ ഒക്കെ ആയി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.